മോർണിംഗ് ന്യൂസ് തുടരുകയാണ്. എറണാകുളം തിരുവാണിയൂരിലെ 4 വയസ്സുകാരിയെ അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു. കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ച പിതൃ സഹോദരനെ ഇന്ന് തെളിവെടുപ്പിനായി എത്തിച്ചേക്കും. 3 ദിവസത്തേക്ക് ആണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. കുട്ടിയുടെ അമ്മയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. മൂഴിക്കുളം പാലത്തിൽ അമ്മയെ എത്തിച്ച് കഴിഞ്ഞ ദിവസം തെളിവെടുപ്പ് നടത്തിയിരുന്നു. കുട്ടിയെ വകവരുത്തിയത് എങ്ങനെ എന്ന് വിശദമായി പോലീസ് ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലായിരുന്നു കുട്ടി ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടു എന്ന വിവരം പുറത്തുവന്നത്. ജനരോഷം കണക്കിലെടുത്ത് കനത്ത സുരക്ഷയിലാകും പോക്സോ കേസിൽ പ്രതി ചേർത്ത പിതൃ സഹോദരനെ തെളിവെടുപ്പിനായി കുട്ടിയെ പീഡിപ്പിച്ച സ്ഥലങ്ങളിൽ എത്തിക്കുക. ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ കൂടുതൽ രാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പാക്കി ഇന്ത്യ. ബിജെപി നേതാവ് രവിശങ്കർ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള അവസാന പ്രതിനിധി സംഘം ഇന്ന് ഡൽഹിയിൽ നിന്നും യാത്ര തിരിക്കും. ഫ്രാൻസിലേക്കാണ് സംഘം യാത്ര തിരിക്കുക. ഇതിനോടകം റഷ്യ, ജപ്പാൻ, UAE തുടങ്ങിയ രാജ്യങ്ങളിൽ ഇന്ത്യൻ പ്രതിനിധി സംഘങ്ങൾ എത്തിയിരുന്നു. ഭീകരതയ്ക്കെതിരായ ഇന്ത്യൻ നിലപാടിന് എല്ലാ രാജ്യങ്ങളും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. DMK നേതാവ് കനിമൊഴി നയിക്കുന്ന സംഘം ഇന്ന് സ്ലൊവേനിയ സന്ദർശിക്കും. ഡോക്ടർ ശശി തരൂർ നയിക്കുന്ന സംഘം ന്യൂയോർക്കിലെത്തിയിട്ടുണ്ട്. വേൾഡ് ട്രേഡ് സെന്റർ സ്മാരകം സംഘം സന്ദർശിച്ചു. അമേരിക്കൻ സന്ദർശനത്തിന് ശേഷം സംഘം ഗയാനയിലേക്കാണ് പോവുക. നമ്മുടെ അനുഭവങ്ങളും അമേരിക്കക്കാരുടെ അനുഭവങ്ങളും ഒന്നു തന്നെയായിരുന്നുവല്ലോ. അവര് ഈ നഗരത്തിൽ സഹിച്ച ഭീകരവാദികളുടെ ആക്രമണം ഞങ്ങൾക്ക് വീണ്ടും പലതവണ സഹിക്കാൻ ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ അവരിടയിലെത്തിയിട്ട് ഞങ്ങളുടെ സന്ദേശമാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം. ഈ കാര്യത്തിൽ ഭീകരവാദികളുടെ എതിരിൽ നിൽക്കണം. അത് മാത്രമല്ല, ഈ സൗഹാർദ്ദം എപ്പോഴും ഉണ്ടാവണം. ഇതാണ് ഞങ്ങളുടെ സന്ദേശം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ NDA മുഖ്യമന്ത്രിമാരുടെയും ഉപമുഖ്യമന്ത്രിമാരുടെയും യോഗം ഇന്ന് ഡൽഹിയിൽ നടക്കും. JP നദ്ദ, രാജ്നാഥ് സിംഗ്, അമിത് ഷാ എന്നിവർ ഉൾപ്പെടെ ഉന്നത നേതാക്കളും കേന്ദ്രമന്ത്രിമാരും യോഗത്തിൽ പങ്കെടുക്കും. ഇന്നലെ ഡൽഹിയിൽ ചേർന്ന നീതി ആയോഗ് യോഗത്തിൽ പങ്കെടുക്കാത്ത ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഈ യോഗത്തിൽ പങ്കെടുക്കും. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട സംഭവവികാസങ്ങളും രാഷ്ട്രീയ സാഹചര്യവും ചർച്ച ചെയ്യും. മുന്നണിയുടെ കെട്ടുറപ്പ് സംബന്ധിച്ചുള്ള തുടർ തീരുമാനങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രിമാരെ അറിയിക്കും. NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ വികസന പദ്ധതികളുടെ തൽസ്ഥിതിയും യോഗത്തിൽ അവലോകനം ചെയ്യും. കോഴിക്കോട് അതിരൂപത പ്രഥമ ആർച്ച് ബിഷപ്പായി ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ ഇന്ന് ചുമതലയേൽക്കും. കോഴിക്കോട് രൂപതയെ അതിരൂപതയായി ഉയർത്തുന്ന ചടങ്ങും ഇതിനൊപ്പം നടക്കും. ഇന്ത്യയിലെ അപ്പോസ്തലിക് ന്യൂൻഷ്യോ ഡോക്ടർ ലിയോപോൾഡോ ജിറലി സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. സൗമ്യൻ, എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടുള്ള മുഖം. ഏതു വിഷയത്തിലും തന്റെ നിലപാടുകൾ ഈ പുഞ്ചിരിയോടെ ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ തുറന്നു പറയും. കോട്ടപ്പുറം അതിരൂപതയിലെ മാള പള്ളിപ്പുറം സെന്റ് ആന്റണീസ് ഇടവകയിൽ 1953 ഫെബ്രുവരി 7 ജനനം. ഈ ഇടവകയിലെ ആൾത്താര ബാലനായി ബാല്യകാലം. 1981 ഏപ്രിൽ 2 കോഴിക്കോട് ദേവാലയത്തിൽ വെച്ച് പൗരോഹിത്യ പട്ടം സ്വീകരിച്ചു. വൈദ്യശാസ്ത്രത്തിൽ ഉന്നത ബിരുദം, സാമ്പത്തിക ശാസ്ത്രത്തിൽ MA ബിരുദം. റോമിലെ ഉർബൻ സർവകലാശാലയിൽ നിന്ന് സഭാ നിയമം പഠിച്ച് ഡോക്ടറേറ്റ് നേടി. കണ്ണൂർ രൂപതയുടെ പ്രഥമ മെത്രാനായി പിന്നീട്. കോഴിക്കോട് രൂപതയുടെ ഇടയനായി 2012 മെയ് 15 ചുമതലയേറ്റു. കോഴിക്കോട് രൂപതയെ അതിരൂപതയായി ഉയർത്തുന്നതിനോടൊപ്പം ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പിതാവിന്റെ ആർച്ച് ബിഷപ്പ് പദവി ഇരട്ടി മധുരമാണ്. മാളയുടെ മാണിക്യമെന്നും അതുപോലെ തന്നെ ജനകീയ നേതാവ് അല്ലെങ്കിൽ ജനകീയ ഇടയൻ എന്നൊക്കെ വിളിക്കുന്ന ഞങ്ങളുടെ സ്വന്തം വർഗീസ് ചക്കാലക്കൽ പിതാവിനെ ഒരു ആർച്ച് ബിഷപ്പാക്കി ഉയർത്തി എന്ന് പറയുന്നത് ഇരട്ടി മധുരമാണ് ഈ രൂപതയ്ക്ക്, ഈ രൂപതയുടെ മക്കൾക്ക്. ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ കോഴിക്കോട് രൂപതയുടെ വളർച്ചയ്ക്കായി അദ്ദേഹം അക്ഷീണം പ്രയത്നിച്ചു. ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ഒരു വ്യക്തിത്വമാണ് വർഗീസ് പിതാവ്. അതായത് ശരിക്കും പറഞ്ഞാൽ പിതാവിൻ്റെ കൂടെ ഒരു കഴിഞ്ഞ 7-8 വർഷമായിട്ട് ഞാനുണ്ട്. ഇവിടെ ബിഷപ്സ് ഹൗസിൽ വരുന്ന ആരും തന്നെ ഒരിക്കലും നിരാശരായിട്ട് പോകാറില്ല, മടങ്ങാറില്ല. ഹൃദയം മനസ്സും നിറഞ്ഞാണ് അവർ പോകാറ്. കാരണം അത്രമാത്രം സ്നേഹസമയമുള്ള വ്യക്തിയാണ് വർഗീസ് പിതാവ്. അദ്ദേഹത്തിനെ ആർച്ച് ബിഷപ്പായി ഉയർത്തുന്ന ചടങ്ങ് ആഘോഷമാക്കാനുള്ള ഒരുക്കത്തിലാണ് കോഴിക്കോട് അതിരൂപത. 24 കോഴിക്കോട്. കല്യാൺ സിൽക്സിന്റെ നവീകരിച്ച ഷോറൂം മലപ്പുറം പെരിന്തൽമണ്ണയിൽ പ്രവർത്തനം തുടങ്ങി. പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. യൂത്ത് സ്പെഷ്യൽ ഫാഷൻ ബ്രാൻഡായ ഫാസിയോ പുതിയ ഷോറൂമിന്റെ പ്രത്യേകതയാണ്. പുതിയ കാലത്തിനനുസരിച്ച ട്രെൻഡുകളും വിപുലമായ കളക്ഷനുമായാണ് കല്യാൺ സിൽക്സ്
പെരിന്തൽമണ്ണയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. ₹49 മുതൽ ₹999 വരെ വിലയുള്ള ട്രെൻഡി വസ്ത്രങ്ങളുടെ പ്രത്യേക നില ഫാസിയോ നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്തു. ഫാസിയോ ബ്രാൻഡിന്റെ 9ാമത്തെ ഔട്ട്ലെറ്റാണ് പെരിന്തൽമണ്ണയിലേത്. കേരളത്തിലെ ഭാഷകളിലുള്ള വൈവിധ്യം വസ്ത്രങ്ങളിലുമുണ്ട്. പെരിന്തൽമണ്ണയുടെ അഭിരുചിക്കനുസരിച്ച വിപുലമായ കളക്ഷനാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് കല്യാൺ സിൽക്സ് ആൻഡ് കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് ചെയർമാൻ TS പട്ടാഭിരാമൻ പറഞ്ഞു. കല്യാൺ സിൽക്കിനെ സംബന്ധിച്ചിടത്തോളവും ഫാസിയോയെ സംബന്ധിച്ചിടത്തോളവും ഞങ്ങളുടെ 70% പ്രോഡക്റ്റും സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ക്വാളിറ്റിയിലായാലും പ്രൈസിലായാലും വലിയൊരു മാറ്റം കാണാവുന്നതാണ്. ഏറ്റവും വിലക്കുറവിൽ യുവത്വത്തിനു വേണ്ട വസ്ത്രങ്ങളാണ് ഫാസിയോയുടെ പ്രത്യേകതയെന്ന് മാനേജിംഗ് ഡയറക്ടർ പ്രകാശ് പട്ടാഭിരാമൻ. കല്യാൺ സിൽക്സിൻ്റെ ഏറ്റവും പുതിയ തലമുറയുടെ ഫാഷൻ സങ്കല്പമായ ഫാസിയോ എന്ന് പറയുന്ന ബ്രാൻഡും കൂടി ഇന്ന് കല്യാൺ സിൽക്സിൻ്റെ പെരിന്തൽമണ്ണ ഷോറൂമിൽ ഞങ്ങൾ ഇന്ന് തുറന്നിരിക്കുകയാണ്. പുതിയ ജെൻസി എന്ന് പറയുന്ന യൂത്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫാഷൻ സങ്കല്പത്തിൽ പെടുന്ന വസ്ത്രങ്ങളാണ് നമ്മളിവിടെ തുറന്നിട്ടുള്ളത്. 3 നിലകളിലായി വിവിധ ബ്രാൻഡുകളുടെ വലിയ വസ്ത്രശേഖരമാണ് പെരിന്തൽമണ്ണയിൽ ഒരുക്കിയിരിക്കുന്നത്. മലപ്പുറം. 100ാം വാർഷികാഘോഷ നിറവിൽ പ്രമുഖ ആയുർവേദിക് ഹെർബൽ ബ്രാൻഡായ KP നമ്പൂതിരീസ് ആയുർവേദിക്സ് തൃശൂർ ലുലു കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ സാമൂഹിക സാംസ്കാരിക വാണിജ്യ രംഗത്തെ പ്രമുഖർ ഭാഗമായി. 1925 കോലത്തപ്പള്ളി പോത്തേ നമ്പൂതിരി അഥവാ KP നമ്പൂതിരി തൃശ്ശൂരിലെ ഗ്രാമത്തിൽ നിന്ന് ആരംഭിച്ച സംരംഭമാണ് KP നമ്പൂതിരീസ് ആയുർവേദിക്സ്. 3 തലമുറകളായി പാരമ്പര്യവും പൈതൃകവും കൈമാറി വന്ന കരുത്തും ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരവുമാണ് KP നമ്പൂതിരീസിനെ ഉപഭോക്താക്കൾക്കിടയിൽ പ്രിയങ്കരമാക്കിയത്. സംരംഭത്തിന് 100ാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള പരിപാടിയാണ് തൃശ്ശൂർ ലുലു കൺവെൻഷൻ സെന്ററിൽ നടന്നത്. ഉപഭോക്താക്കളുടെ വിശ്വാസത്തിനാണ് വിജയമെന്നും തുടർന്നും ഇതിനുവേണ്ടി പ്രവർത്തിക്കുമെന്നും MD K ഭവദാസൻ നമ്പൂതിരി. സെയിൽസിന് പോവുകയാണെങ്കിൽ അച്ഛൻ സെയിൽസ്മാൻ്റെ കൂടെ പറഞ്ഞു വിടും. തിരിച്ചു വന്നാൽ ഏത് കടയിലൊക്കെ കയറി തൃശ്ശൂർ ഹൈ റോഡിൽ ഏതാണ് ആദ്യം കയറിയ കട, പിന്നത്തെ കട ഏതാ, അയാൾക്ക് എത്രയാണ് കമ്മീഷൻ, ഇയാൾക്ക് എത്രയാണ് പർച്ചേസ് ചെയ്തിട്ടുള്ള വാല്യൂ, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എന്നെ പഠിപ്പിക്കുന്ന ഒരു പ്രക്രിയയിലൂടെയാണ് ഞാൻ വളർന്നു വന്നത്. കാലം മാറിയിട്ടും നിറം മങ്ങാത്ത ബ്രാൻഡെന്ന് കല്യാൺ ജ്വല്ലേഴ്സ് മാനേജിംഗ് ഡയറക്ടർ TS കല്യാണരാമൻ. ഇപ്പോൾ ഡെന്റിസ്റ്റൊക്കെ പറയും, ഞങ്ങൾ പല്ലൊക്കെ കാണിക്കുമ്പോൾ പറയും, നിങ്ങൾ പല്ലിന് ഭയങ്കര സ്ട്രോങ് ആണ് കേട്ടോ, ഈ പ്രായത്തിൽ ഇത്ര സ്ട്രോങ് ആയിട്ട് പല്ലുണ്ടാവില്ല എന്ന് പറയും. അപ്പം ഞാൻ പറയും, അന്നൊക്കെ ഞങ്ങളുടെ ഈ പൽപ്പൊടി നമ്പൂതിരീസിൻ്റെ പൽപ്പൊടി ഉപയോഗിച്ചിരുന്ന അതായിരിക്കും കാരണം. പിന്നെ നിങ്ങളൊക്കെ പറഞ്ഞു തേച്ച് കഴിഞ്ഞാൽ തേമാനം വരുന്നത് ഞങ്ങൾ മാറ്റി. KP നമ്പൂതിരീസിന് ശതാബ്ദി നിറവിൻ്റെ ഭാഗമായി 24 ചീഫ് എഡിറ്ററും. വിദേശ രാജ്യങ്ങളിലും KP നമ്പൂതിരീസ് ആയുർവേദിക്സിന് സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന് R ശ്രീകണ്ഠൻ നായർ. ചില പ്രത്യേകതരം പേസ്റ്റുകൾ ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു കുഴപ്പമുള്ളതുപോലെ. അപ്പോൾ അത് നമ്മളെ അഡിക്റ്റ് ആക്കുന്ന എന്തോ ഒരു സാധനം ഇതിനകത്ത് അവർ കലർത്തിയിട്ടുണ്ടോ എന്ന് എനിക്കെപ്പോഴും സംശയം തോന്നാറുണ്ട്. കാര്യം ഇത് തന്നെ തേച്ച് തുടങ്ങിയാൽ ഇതിൽ തേച്ചാലേ നമുക്ക് സമാധാനമാകൂ. എന്നാൽ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ എന്ന നിലയിൽ ആയുർവേദ വിധി പ്രകാരം ചെയ്തിട്ടുള്ള KP നമ്പൂതിരീസിന്റെ ഒക്കെ ടൂത്ത് പേസ്റ്റ് എനിക്ക് തോന്നുന്നു വിദേശ നാടുകളിൽ ഇതിലും സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. വൈദ്യരത്നം ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ET നീലകണ്ഠൻ മൂസ്, കോട്ടയ്ക്കൽ ആര്യ വൈദ്യശാല മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ PM വാര്യർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. സമൂഹത്തിന്റെ വ്യത്യസ്ത തുറകളിൽ നിന്നുള്ളവർ പങ്കെടുത്ത പരിപാടിയിൽ പ്രശസ്ത സിനിമാ താരം ആശാ ശരത്തിന്റെ നൃത്ത പരിപാടിയും ഗായകൻ അനൂപ് ശങ്കറിന്റെ സംഗീത വിരുന്നുമുണ്ടായിരുന്നു. 24 തൃശൂർ.
ചെന്നൈയിലെ പ്രശസ്തമായൊരു പഴയ പുസ്തകക്കടയാണ് ഇനി പ്രേക്ഷകരെ പരിചയപ്പെടുത്താൻ പോകുന്നത്. കെ നഗറിലെ കാമരാജ് സാലയിലെ നൂൽപ്പാണ്ടിന്റെ പുസ്തകക്കട. ഗൂഗിൾ CEO സുന്ദർ പിച്ചെ സ്ഥിരമായി വരുന്നൊരിടമാണ്. നിങ്ങൾക്ക് ഏത് വിഷയത്തിലെ പുസ്തകമാണ് വേണ്ടതെന്ന് മാത്രം പറയുക. ഉടൻ മുന്നിലേക്ക് അതിനെപ്പറ്റിയുള്ള നിരവധി പുസ്തകങ്ങൾ എത്തും. അതാണ് നൂൽപ്പാണ്ഡ്യൻ്റെ പുസ്തകക്കടയുടെ പ്രത്യേകത. ഒരാൾക്ക് മാത്രമേ കടയുടെ അകത്തേക്ക് കയറാൻ കഴിയുകയുള്ളൂ. വിലക്കൊന്നുമല്ല. അത്രയധികം പുസ്തകങ്ങളാണ് ഈ ചെറിയ മുറിയിലുള്ളത്. ഇദ്ദേഹത്തിൻ്റെ വീട്ടിലെ അവസ്ഥയും ഇത് തന്നെയാണ്. പുസ്തകങ്ങൾ ആവശ്യപ്പെട്ടെത്തുന്നവർക്ക് ഒരു ഗൈഡാണ് കഴിഞ്ഞ 44 வருஷമായി நூல்பாண்டியன். புக்கை ரீட் பண்ணுற, லவ் பண்ணுற, நேசிக்கிற எல்லாருக்கும் முதல் வணக்கம். இது ஒரு 45 இயர்ஸ் ஆச்சு. இது ஓல்டு புக் ஷாப். இந்த வேர்ல்டுலேயே கிடைக்காத ரீப்ரிண்டில் ஃபஸ்ட் ஆஃப் எடிஷன், ரேர் ஆஃப் காப்பி, மிஸ்ஸிங் புக்கு, அவுட் ஆஃப் ஃப்ரண்ட்டு, இந்த மாதிரி ரீப்ரிண்டில் அமேசான்லேயும் ஃப்ளிப்கார்ட்லேயும் கிடைக்காத புக்ஸ் விற்கிற ஒரு ஷாப். നിരവധി സെലിബ്രിറ്റികൾ കടയിൽ വന്നു പോകാറുണ്ട്. പണ്ടൊരു 10ാം ക്ലാസ്സുകാരൻ സ്ഥിരമായി കടയിൽ വന്നിരുന്നതായി നൂൽപാണ്ഡ്യൻ ഓർത്തെടുക്കുന്നു. ചോദിക്കുന്നതാകട്ടെ PG, PhD ലെവൽ പുസ്തകങ്ങൾ. അയാളാണ് ഇന്നത്തെ ഗൂഗിൾ CEO சுந்தர் பிச்சை. இன்றைக்குள்ள பெரிய ஆட்கள்லாம் நிறைய பேர் எனக்கு புக் வாங்க வந்திருக்காங்க. அதில் பார்த்தீங்கன்னா சுந்தர் பிச்சை ஒரு கஸ்டமர். அவரெல்லாம் 10th படிக்கும்போது மாஸ்டர் ஆஃப் சயின்ஸ் புக் வாங்கி படித்தவர். அதே மாதிரி காலேஜ் போகும்போது வாங்கியிருக்காரு. அதுக்கப்புறம் எப்போயாவது இங்கே வருவார். அவங்க வீடு இங்கே நம்ம கடைக்கு பக்கத்தில் தான். அதே மாதிரி அவர் படித்த ஸ்கூலும் இங்கே பக்கத்தில் தான். அதனால் மாதம் கண்டிப்பாக 1 முறை 2 முறை வருவார். വായിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞതുപോലെ തന്നെ പുസ്തകങ്ങൾ വാങ്ങുന്നവരുടെ എണ്ണവും കുറഞ്ഞതായി നൂൽപാണ്ഡ്യൻ പറയുന്നു. ജീവിതാവസാനം വരെ പുസ്തകങ്ങൾക്കൊപ്പം കഴിയാനാണ് ഇദ്ദേഹത്തിന് ഇഷ്ടം. 24 ചെന്നൈ. ജനാധിപത്യത്തെ തടവറയിലാക്കിയ അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികം കടന്നുപോകുമ്പോൾ ആ കിരാതവാഴ്ചക്കാലത്തെ ചെറുത്തുനിന്ന ചില സമരങ്ങളെ കൂടി ഓർക്കേണ്ടതുണ്ട്. അതിലൊന്നാണ് SFIയുടെ നേതൃത്വത്തിൽ തലസ്ഥാനത്ത് നടന്ന പ്രതിഷേധ സമരം. സംസ്കൃത കോളേജിന് മുന്നിൽ നിന്ന് തുടങ്ങിയ സമരത്തിൽ പങ്കെടുത്ത 24 SFI പ്രവർത്തകരിൽ പലർക്കും ഏൽക്കേണ്ടി വന്നത് കൊടിയ പീഡനമായിരുന്നു. പ്രൊഫസർ മാധവൻ പിള്ളയുടെയും ഡോക്ടർ ജെ പ്രസാദിന്റെയും ഓർമ്മകൾ പടികളിറങ്ങുന്നു. 50 ആണ്ട് താഴേക്ക്. തിരുവനന്തപുരം സംസ്കൃത കോളേജിൽ മാധവൻ പിള്ള BAയ്ക്കും പ്രസാദ് MAയ്ക്കും പഠിക്കുന്നു. അന്നൊരു ജൂലൈ 1 പ്രതിഷേധത്തിനും പ്രകടനത്തിനും വിലക്കുണ്ടായിരുന്ന കാലം. SFIയുടെ നേതൃത്വത്തിൽ സമരത്തിനിറങ്ങാൻ ഒരു കൂട്ടം ചെറുപ്പക്കാർ തീരുമാനിക്കുന്നു. ഏത് പീഡനങ്ങളും ഏറ്റുവാങ്ങാൻ സന്നദ്ധരായ 24 പേർ. 11:15 എല്ലാവരും സ്പെൻസർ ജംഗ്ഷന് സമീപം ഒത്തുകൂടി. അതിരുകൾ ഭേദിക്കുമാറുച്ചത്തിൽ ഇന്ദിരാഗാന്ധിക്കെതിരെയുള്ള മുദ്രാവാക്യങ്ങൾ. 24 പേരും നമ്മൾ അവിടെ തന്നെ ഇരുന്നു. നമ്മളെല്ലാവരെയും അവിടുന്ന് തന്നെ മർദ്ദനം തുടങ്ങി വലിച്ചഴിച്ച് കന്റോൺമെൻറ്റ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. അന്ന് ഡയറക്റ്റായിട്ട് പോലീസിലെടുത്ത KAP എന്ന് പറയും, കേരള ആംഡ് പോലീസ്, ഡയറക്റ്റ് എടുത്തിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ട് നന്ദാവനം ക്യാമ്പിലിട്ടിരുന്ന ആ പിള്ളേരാണ് നമ്മളെ കൈകാര്യം ചെയ്യാനായിട്ട് നിയോഗിക്കപ്പെടുന്നത്. കക്കയം മോഡൽ ഗരുഡൻ തൂക്കവും ഉരുട്ടലും ഇവരിൽ പ്രയോഗിച്ചില്ല. അതുകൊണ്ട് മാത്രം ഇന്ന് പലരും ജീവിച്ചിരിക്കുന്നു. അപ്പോൾ അത് കൊണ്ടുവന്നതിന് ശേഷം ആദ്യം തുടങ്ങുന്നത് സുധാകരനാണ്. അപ്പോൾ സുധാകരൻ സ്വാഭാവികമായിട്ടും അന്ന് മുണ്ടെടുക്കുന്ന കൂട്ടത്തിലാണ്. മുണ്ടിൻ്റെ ഒരറ്റമൊക്കെ പിടിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഇച്ചിരി കുനിഞ്ഞ് നടക്കുന്ന കൂട്ടത്തിലാണല്ലോ സുധാകരൻ. ആ സ്റ്റെപ്പ് കയറുന്നതും ഒരു പോലീസുകാരൻ മുട്ടുകൊണ്ട് സുധാകരൻ്റെ ഇവിടെ വർമ്മത്ത് ഇടിക്കുകയും കൈ കൊണ്ട് മുഖത്ത് എന്നിട്ട് ചവിട്ടായിരുന്നു. അട്ട ചുരുളുന്ന നടക്ക് സുധാകരൻ. പ്രതിഷേധക്കാരെ പിറ്റേന്ന് വഞ്ചിയൂർ കോടതിയിൽ ഹാജരാക്കി. 15 ദിവസത്തേക്ക് റിമാൻഡ്. പിന്നീട് വിചാരണയ്ക്കൊടുവിൽ 2 മാസത്തെ തടവ് ശിക്ഷ. ജയിലിൽ കിടന്നവരെ AKGയും EMSും കാണാനെത്തിയത് അവിസ്മരണീയ ഓർമ്മ. എന്നിട്ട് AKG അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ആ സ്ത്രീക്ക് ഭ്രാന്താണ്. ആർക്ക്? ഇവർ കുട്ടികളാണ്. അവർക്ക് ഇതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല. അവർ പറയാനുള്ള അഭിപ്രായം വിട്ടു തുറന്ന് പറഞ്ഞു എന്നുള്ളതാണ്. ജനാധിപത്യ രാജ്യം എന്നാണ് ഇപ്പോഴും പറയുന്നത്. നിങ്ങൾ അടിയന്തരാവസ്ഥ ഉണ്ട്, അതുകൊണ്ട് മര്യാദയ്ക്ക് പെരുമാറണം. CPIMനെ നയിക്കുന്നതും നയിച്ചവരുമായ ഒരുപാട് പേർ അന്ന് ആ സമരം ചെയ്ത SFIയിൽ ഉണ്ടായിരുന്നു. MA ബേബി, കോടിയേരി ബാലകൃഷ്ണൻ, G സുധാകരൻ, അങ്ങനെ പലരും. അടിയന്തരാവസ്ഥയ്ക്കെതിരായ ആ പോരാട്ടത്തിലൂടെ SFIക്ക് വിദ്യാർത്ഥികൾക്കിടയിൽ അപ്രതിരോധ്യമായ സ്ഥാനമാണ് കിട്ടിയത്. ആ 24 പേരിൽ 8 പേരിന്ന് ജീവിച്ചിരിപ്പില്ല. മറ്റുള്ളവർ പല വഴികളിൽ പിരിഞ്ഞെങ്കിലും ആ ഓർമ്മ ദിവസത്തിൽ അവരെല്ലാം ഒത്തുകൂടാറുണ്ട്. ജ്വലിക്കുന്ന സമരത്തിൻ്റെ ഓർമ്മകളുമായി. തിരുവനന്തപുരത്ത് നിന്നും അജീഷ് ജയകുമാർ, 24.
ക്യാൻ ഫെസ്റ്റിവലിൽ മികച്ച ചിത്രത്തിനുള്ള പാംതോർ പുരസ്കാരം ഇറാനിയൻ സംവിധായകൻ ജാഫർ പനാഹിയുടെ ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡന്റിന്. ഇറാനിലെ ഭരണകൂടത്തെ വിമർശിച്ചതിന് ജയിലിലടയ്ക്കപ്പെട്ട പനാഹിയുടെ തടവറയിലെ അനുഭവങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടതാണ് ചിത്രം. നോർവീജിയൻ സംവിധായകൻ ജോക്കിം ചെയറിന്റെ സെന്റിമെന്റൽ വാല്യൂ ഗ്രാൻഡ് പ്രീ പുരസ്കാരം സ്വന്തമാക്കി. കാൻ ചലച്ചിത്രമേള ഇന്നലെയാണ് സമാപിച്ചത്. വാർത്തകളിലേക്ക് വീണ്ടും. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ കോട്ടയം ജില്ലയിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ജില്ലാ താലൂക്ക് കൺട്രോൾ റൂമുകൾ തുറന്നു. വയനാട്ടിലെ തവിഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിലും 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. കാസർഗോഡ് വിനോദസഞ്ചാര മേഖലയിലെ നിയന്ത്രണങ്ങൾ ഇന്നും തുടരും. കൂടുതൽ വിശദാംശങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, വയനാട്ടിൽ ഇപ്പോൾ മഴയുണ്ടോ? മുൻപ് മഴയുണ്ടായിരുന്നില്ല എന്ന് സുർജിത്ത് സൂചിപ്പിക്കുകയുണ്ടായി. ഏത് തരത്തിലുള്ള മുന്നൊരുക്കങ്ങളാണ് ജില്ലയിൽ പൂർത്തീകരിച്ചിട്ടുള്ളത്? പ്രവിധ റീജിത്ത്, ഇപ്പോഴും മഴ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. ഞാനിപ്പോൾ നിൽക്കുന്നത് കൽപ്പറ്റ നഗരത്തിലാണ്. കൽപ്പറ്റ നഗരത്തിൽ മഴ പെയ്യുന്നില്ല. ചിലയിടങ്ങളിൽ, അതായത് ഈ തൊണ്ടർനാട്, അതോടൊപ്പം തന്നെ തലപ്പുഴ, അത്തരം പ്രദേശങ്ങളിലൊക്കെ നേരിയ ചാറ്റൽ മഴ എന്നുള്ള തരത്തിൽ തന്നെയാണ്, അത് ഒറ്റപ്പെട്ട രീതിയിൽ തന്നെയാണ് സംഭവിക്കുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ശക്തമായ രീതിയിലുള്ള മഴയാണ് ഉണ്ടായത്. രാത്രിയിലും മഴ പെയ്തിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ ആകുമ്പോഴേക്കും അതിന് പൂർണ്ണമായ രീതിയിലുള്ള ശമനം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. മുന്നൊരുക്കങ്ങൾ, മഴക്കെടുതി നേരിടാൻ മുന്നൊരുക്കങ്ങൾ നേരത്തെ തന്നെ നടത്തിയിട്ടുണ്ട് ജില്ലാ ഭരണകൂടം. ദുരന്ത നിവാരണ അതോറിറ്റി, ഇതുമായി ബന്ധപ്പെട്ട ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗം ചേർന്ന് ഈ ആളുകളെ, അതായത് പ്രത്യേകം ഈ അപകട സാധ്യതയുള്ള മേഖലകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്ന ഇവാക്വേഷൻ അടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ തീരുമാനം ഉണ്ടായിട്ടുണ്ട്. അവശ്യ ഘട്ടത്തിൽ അത് കൺട്രോൾ റൂം അടക്കം തുറന്നുകൊണ്ട്, കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നുകൊണ്ട് അത്തരത്തിലുള്ള നീക്കത്തിലേക്ക് കടക്കാനുള്ള നിർദ്ദേശമെല്ലാം തന്നെ നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. ഇത് മാർച്ച് മാസത്തിൽ തന്നെ ജില്ലാ ഭരണകൂടം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയതാണ്. കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടറെ കണ്ടപ്പോൾ പോലും അവർ ഇക്കാര്യത്തിൽ മറ്റൊരു ആശങ്കയും നിലവിലില്ല എന്നുള്ള തരത്തിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ തവിഞ്ഞാൽ പഞ്ചായത്തിൽ മാത്രമാണ് നിലവിൽ കൺട്രോൾ റൂം തുറന്നിട്ടുള്ളത്. തവിഞ്ഞാൽ പഞ്ചായത്തിൽ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമാണ് തുറന്നിട്ടുള്ളത്. മാത്രമല്ല ജില്ലയിലെ ഖനന പ്രവർത്തനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ അപകട സാധ്യതയുള്ള ഇടങ്ങളിൽ, വെള്ളച്ചാട്ടങ്ങൾ, അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള പ്രദേശങ്ങളിലേക്കുള്ള പ്രവേശനം പൂർണ്ണമായും ഇന്ന് നിരോധിച്ചിട്ടുണ്ട്. ഇന്നും നാളെയും ആണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പക്ഷേ റെഡ് അലേർട്ടിന്റെ പശ്ചാത്തലം ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ നിലവിൽ മഴയില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ശരി, സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇടുക്കിയിലേക്ക് പോയാൽ ഇടുക്കി രാമക്കൽമേട്ടിൽ ശക്തമായ മഴയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ മറിഞ്ഞു. രാമക്കൽമേട് തോവാളപ്പടിയിലാണ് കാർ നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിലേക്ക് ഇടിച്ചു കയറിയത്. കാറിലുണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇടുക്കിയിൽ പുലർച്ചെ വരെ പെയ്തത് ശക്തമായ മഴയാണ്. രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് ചേരുന്നത്. രാഹുൽ, ഇടുക്കിയിൽ വലിയ മഴ റിപ്പോർട്ട് ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഈ മലയും കുന്നുമൊക്കെയുള്ള ഒരു പ്രദേശം എന്നുള്ള രീതിയിൽ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട ഒരു ജില്ല കൂടിയാണ് ഇടുക്കി. ഇപ്പോഴുള്ള സാഹചര്യം എങ്ങനെയാണ്? ഇന്നിപ്പോൾ കാർ നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിലേക്ക് ഇടിച്ചു കയറിയ ഒരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ടല്ലോ. പ്രവിധ, ഇടുക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴ തുടരുന്നു എന്നുള്ളതാണ്. ഇടവിട്ടാണ് ഈ ശക്തമായ മഴ പെയ്യുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ മഴ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പീരുമേട്ടിലും അതുപോലെ തന്നെ മൂന്നാറിലുമാണ്. അടിമാലി, മൂന്നാർ, പൂപ്പാറ ഈ ഭാഗങ്ങളിൽ ഇന്നലെ രാത്രി മുതൽ പെയ്ത മഴ ഇപ്പോഴും തോർന്നിട്ടില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അത് കൂടുതൽ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്ന് നാട്ടുകാർ പറയുകയും ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ രാമക്കൽമേട്ടിലാണ് ഈ കാറ് ശക്തമായ മഴയിൽ നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. കാറിലുണ്ടായിരുന്ന ആളുകൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഇറക്കത്ത് നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിയുകയായിരുന്നു. പാമ്പുമുക്ക് സ്വദേശിയുടെ കാറാണ് അപകടത്തിൽപ്പെട്ടത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. സമാനമായ രീതിയിൽ ഈ മരങ്ങളൊക്കെ ഒടിഞ്ഞു വീണുള്ള അപകടങ്ങളും വ്യാപകമായിട്ട് ഇടുക്കിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇന്നലെ വൈകിട്ട് ഒരു ഓട്ടോയുടെ മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണ ഓട്ടോ ഡ്രൈവർക്ക് പരിക്കേറ്റിരുന്നു. അതുപോലെ തന്നെ തോട്ടം തൊഴിലാളിയായിട്ടുള്ള അതിഥി തൊഴിലാളി സ്ത്രീക്ക് മരം ഒടിഞ്ഞു വീണ് പരിക്കേറ്റു. ഇവരുടെ പരിക്ക് സാരമുള്ളതായതുകൊണ്ട് തന്നെ തേനി മെഡിക്കൽ കോളേജിലേക്ക് പുലർച്ചെ മാറ്റുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ കല്ലാറുകുട്ടി ഡാമിന്റെ ഒരു ഷട്ടർ തുറന്നു വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് പുറത്തേക്ക് ഒഴുക്കുന്ന വെള്ളത്തിന്റെ അളവ് പക്ഷേ ആശങ്കപ്പെടുത്തുന്നതല്ല. നേരിയ തോതിൽ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി മാത്രം ആ ഷട്ടർ തുറന്നതാണ്. എന്തായാലും പൊതുവിൽ പരക്കെ മഴ പെയ്യുന്നുണ്ട്. ഇടവിട്ടാണ് ഈ ശക്തമായ മഴ പെയ്യുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. പ്രജിൻ. ശരി, രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. കോട്ടയം ജില്ലയിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ജില്ലാ താലൂക്ക് കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. ടോബി ജോൺസൺ വിവരങ്ങളുമായി ചേരുകയാണ് കോട്ടയത്ത് നിന്ന്. ടോബി, എന്താണ് കോട്ടയത്തിന്റെ ഒരു മുന്നൊരുക്കം? ഏത് തരത്തിലാണ്? പലയിടത്തും ഇപ്പോഴും ശക്തമായ മഴ ലഭിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. മുന്നറിയിപ്പ് പ്രകാരമാണെങ്കിൽ ഓറഞ്ച് അലർട്ടാണ് ഇന്ന് ജില്ലയിൽ നിലനിൽക്കുന്നത്. വരും മണിക്കൂറുകളിൽ മഴയുടെ സ്വഭാവം എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത് ടോബി?
വലിയ മുന്നൊരുക്കങ്ങൾ തന്നെ നടത്തുന്നുണ്ട്. നമുക്കറിയാവുന്നതുപോലെ മുൻ വർഷങ്ങളിൽ ഉണ്ടായ സംഭവങ്ങൾ നമുക്കറിയാവുന്നതാണ്. പലപ്പോഴും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ജില്ലയിൽ ഉണ്ടാകുന്ന സംഭവവികാസങ്ങൾ. ടോബി ജോൺസണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. കോട്ടയത്തും ശക്തമായ മഴ തുടരുകയാണ്. ഇന്ന് ഓറഞ്ച് അലർട്ടാണ് കോട്ടയം ജില്ലയിൽ. ഇടവിട്ടുള്ള മഴ നിരന്തരം പെയ്യുന്ന സാഹചര്യത്തിൽ വേണ്ട മുന്നൊരുക്കങ്ങളെല്ലാം ജില്ലാ ഭരണകൂടം ചെയ്തിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. മാത്രമല്ല നിരവധി നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ജില്ലയാണ് കോട്ടയം. ടോബി ജോൺസൺ വിവരങ്ങളുമായി അല്പസമയത്തിനുള്ളിൽ തന്നെ പ്രേക്ഷകർക്കൊപ്പം ചേരും. ജില്ലാ താലൂക്ക് കൺട്രോൾ റൂമുകൾ കോട്ടയം ജില്ലയിൽ തുറന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമാണ് കോട്ടയം ജില്ലയിൽ തുറന്നിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തെയൊക്കെ അനുഭവത്തിന്റെ സാഹചര്യത്തിൽ കൂടിയാണ് മുന്നൊരുക്കങ്ങൾ ഇത്തരം വേഗത്തിൽ തന്നെ പൂർത്തിയാക്കാൻ ജില്ലാ ഭരണകൂടത്തിനായതെന്നും മനസ്സിലാക്കുന്നുണ്ട്. ടോബി ജോൺസൺ വിവരങ്ങളുമായി ചേരുകയാണ്. ടോബി, കോട്ടയത്ത് താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ മഴയത്ത് വെള്ളം കയറുന്നത് സാധാരണ സംഭവം തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഈ വർഷം ഏത് തരത്തിലുള്ള മുന്നൊരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത്? പ്രത്യേകിച്ച് വേനൽ മഴയും ശക്തമായി പെയ്ത ഒരു ജില്ല കൂടിയാണല്ലോ കോട്ടയം. സാധാരണ ശക്തമായിട്ടുള്ള മഴ പെയ്യുമ്പോൾ അത് താഴ്ന്ന പ്രദേശങ്ങളെയും ബാധിക്കുന്ന തരത്തിലുള്ള കാഴ്ചകളാണ് നമുക്ക് മുൻ വർഷങ്ങളിൽ കാണാൻ സാധിച്ചിരുന്നത്. എന്തായാലും ഇത്തവണയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നൊരു വിലയിരുത്തൽ ജില്ലാ ഭരണകൂടത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വലിയ മുന്നൊരുക്കങ്ങൾ നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. ജില്ലാ അടിസ്ഥാനത്തിൽ ഒരു കൺട്രോൾ റൂമും അതുപോലെ തന്നെ താലൂക്ക് അടിസ്ഥാനത്തിൽ ബാക്കി 5 കൺട്രോൾ റൂമുകളുമാണ് തുറന്നിരിക്കുന്നത്. ആവശ്യമുള്ളവർക്ക് ഈ നമ്പറുകളിൽ ബന്ധപ്പെട്ട നമ്പറുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ നമ്മുടെ ചാനലിൽ തന്നെ അത് കാണാൻ സാധിക്കും. അത് നോക്കി വിളിച്ചു കഴിഞ്ഞാൽ സഹായങ്ങൾ എത്രയും വേഗം എത്തിക്കാൻ സാധിക്കുമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. ഇന്നലെ മുതൽ ശക്തമായിട്ടുള്ള മഴ ജില്ലയിൽ പെയ്യുന്നുണ്ട്. ഇന്നലെ വിവിധ മേഖലകളിൽ മരം വീണ് വീടുകൾക്കും അതുപോലെ തന്നെ ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രിയിലും സമാനമായ രീതിയിൽ ശക്തമായിട്ടുള്ള മഴ പെയ്തിട്ടുണ്ട്. നാശനഷ്ടങ്ങളുടെ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേയുള്ളൂ. എന്തായാലും ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഓറഞ്ച് അലേർട്ടാണ്. അത് റെഡ് അലേർട്ടിലേക്ക് വരുന്ന മണിക്കൂറുകളിൽ മാറാനുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. നിലവിൽ രാവിലെ മഴ മാറി നിൽക്കുകയാണ്. ഇന്നലെയും അതുപോലെ തന്നെ മിനിഞ്ഞാന്നുമെല്ലാം ഉണ്ടായ സാഹചര്യം ഇത് തന്നെയാണ്. അതായത് രാത്രികാലങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴ പെയ്യുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നു. എന്നാൽ പകൽ സമയത്ത് അത്ര ശക്തമായിട്ടുള്ള മഴ ഉണ്ടാകുന്നുമില്ല. എന്തായാലും ഈ രാത്രികാലങ്ങളിൽ പെയ്യുന്ന മഴയാണ് നാശനഷ്ടങ്ങൾക്ക് കാരണമാകുന്നത്. പല സ്ഥലങ്ങളിൽ ഇന്നലെ നമ്മൾ അനൌദ്യോഗിക കണക്കുകൾ പറയുകയാണെങ്കിൽ ഏകദേശം 20ഓളം വീടുകൾക്ക് കേടുപാടുകൾ പല സ്ഥലങ്ങളിലായിട്ട് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതലും കിഴക്കൻ മേഖലയിലാണ്. ഈരാറ്റുപേട്ട, പാലാ പോലെയുള്ള പ്രദേശങ്ങളിലാണ് ഈ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഒരു സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു വീഴുന്ന കാഴ്ച പോലും കാണാൻ സാധിച്ചു. ഒരു BSNL ടവർ, ഒരു കോളേജിന് മുകളിൽ സ്ഥാപിച്ചിരുന്ന BSNL ടവർ തകർന്നു വീണു. ശക്തമായ കാറ്റിലാണ് ഈ നാശനഷ്ടങ്ങൾ ഉണ്ടായത്. എന്തായാലും മുൻകരുതലുകൾ സ്വീകരിക്കാനുള്ള എല്ലാ നടപടികളും ജില്ലാ ഭരണകൂടം സ്വീകരിച്ചു. ജോൺസൺ കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. കോഴിക്കോട് നിന്ന് പുറത്തുവരുന്ന ആ വിവരം, കോഴിക്കോട് തൊട്ടിൽ പാലത്ത് കരിങ്ങാട് തോടിന്റെ തീരമിടിഞ്ഞു എന്നുള്ള വാർത്തയാണ്. തീരത്തുള്ള ക്വാർട്ടേഴ്സിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഭിജിത്ത്, പുതിയ വിവരങ്ങൾ എന്താണ്? ഈ ക്വാർട്ടേഴ്സിൽ ഒരുപാട് കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. അഭിജിത്ത്, ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഈ കരിങ്ങാട് തോടിന്റെ തീരം ഇടിഞ്ഞത്. കുറ്റ്യാടിപ്പുഴയുടെ കൈവഴിയായി ഒഴുകുന്ന തോടാണ് ഈ കരിങ്ങാട് തോട്. ഇന്നലെ നല്ല മഴ പെയ്തിരുന്നു. ഈ മഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചതോടുകൂടിയാണ് തീരമിടിയുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഈ തീരത്തോട് ചേർന്ന് തന്നെ ഒരു പള്ളിയും ക്വാർട്ടേഴ്സുമുണ്ട്. ഈ ക്വാർട്ടേഴ്സിൽ നിരവധി കുടുംബങ്ങളുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിൽ തീരമിടിഞ്ഞതിന് പിന്നാലെ ഒരു അപകടം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ക്വാർട്ടേഴ്സിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. 4 കുടുംബങ്ങളിൽ നിന്നായി 14 പേരെയാണ് ഇപ്പോൾ മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ക്വാർട്ടേഴ്സിലാണ് ഇവരെ മാറ്റിയിട്ടുള്ളത്. ഏതായാലും ഈ പ്രദേശങ്ങളിലാകെ തന്നെ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ രീതിയിലുള്ള മണ്ണിടിച്ചിലും അതുപോലെയുള്ള അപകടങ്ങളും മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം ഏതായാലും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചി കടൽ തീരത്ത് നിന്ന് 38 നോട്ടിക്കൽ മൈൽ ദൂരത്ത് വെച്ച് അപകടത്തിൽപ്പെട്ട ലൈബീരിയൻ കപ്പൽ ഉയർത്താനുള്ള ശ്രമം ഇന്നും തുടരും. ഇന്ത്യൻ നേവിയും കോസ്റ്റ് ഗാർഡും ചേർന്നാണ് ഓപ്പറേഷൻ നടത്തുക. കപ്പൽ മുങ്ങി താഴാതെയിരിക്കാൻ 3 നാവികർ ഇപ്പോഴും കപ്പലിൽ തുടരുകയാണ്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിഷ്ണു, വിവരങ്ങൾ. വിഷ്ണു,
ടി.കെ. ഇന്നലെ ഉച്ചയോടുകൂടി സംഭവിച്ച അപകടത്തിൽ നിന്ന് കപ്പൽ ഉയർത്താനുള്ള ശ്രമമാണ് ഇന്ന് രാവിലെ പുനരാരംഭിക്കുകയെന്ന് മനസ്സിലാവുന്നു. ഇപ്പോൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. പക്ഷേ അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കേണ്ടത് കോസ്റ്റ് ഗാർഡും ഇന്ത്യൻ നേവിയുമാണ്. ഇന്ത്യൻ നേവിയും കോസ്റ്റ് ഗാർഡുമാണ് കപ്പൽ ഉയർത്താനുള്ള ഓപ്പറേഷന് നേതൃത്വം നൽകുക. ഇത് ലൈബീരിയയിൽ നിന്നുള്ള കപ്പലാണ്. വിഴിഞ്ഞത്ത് നിന്ന് പുറപ്പെട്ട് എനിക്ക് പിന്നിൽ കാണുന്ന ഈ കൊച്ചിൻ പോർട്ടിലേക്ക് എത്തേണ്ട കപ്പലായിരുന്നു. ഇതിനിടയിലാണ് 38 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് കപ്പൽ ചരിഞ്ഞത്, ചുഴിയിൽപ്പെട്ട് ചരിഞ്ഞു എന്നാണ് മനസ്സിലാകുന്നത്. ഇത് എന്താണ് ഇതിന്റെ കാരണമെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. അതിലൊക്കെ വിശദമായ ഒരു പരിശോധന നടത്തും. ഒപ്പം ഈ കപ്പലിനകത്ത് ഇപ്പോഴും 3 പേർ നാവികർ അവിടെ ഉണ്ട്. ഈ കപ്പൽ പൂർണ്ണമായി മുങ്ങി താഴാതിരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ അവർ ഇന്നലെ രാത്രി മുതൽ തന്നെ സ്വീകരിക്കുന്നുണ്ട്. ഏകദേശം 1 കിലോമീറ്റർ ചുറ്റളവിലാണ് ഇന്ത്യൻ നേവിയുടെ ഒരു ഷിപ്പും അതോടൊപ്പം കോസ്റ്റ് ഗാർഡിന്റെ 2 ഷിപ്പും എയർക്രാഫ്റ്റും ഈ കപ്പലിനെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്. ഇന്നലെ രാത്രി പൂർണ്ണമായും നമ്മുടെ നേവിയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും നിരീക്ഷണത്തിലായിരുന്നു ഈ കപ്പൽ ഉണ്ടായിരുന്നത്. ഈ കപ്പലിനകത്തുള്ള കണ്ടെയ്നറുകൾ മാറ്റുക എന്നുള്ളതായിരിക്കും പ്രാഥമികമായി സ്വീകരിക്കുന്ന നടപടി. അത് DG ഷിപ്പിംഗ് ഏജൻസിയുമായി ബന്ധപ്പെട്ട് പുതിയ ഷിപ്പ് കൊണ്ടുവന്ന് ഒരുപക്ഷെ അതിനകത്തേക്ക് മാറ്റാനായിരിക്കും തീരുമാനം. അതിലൊരു ഔദ്യോഗിക തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. ഈ ആളുകളെല്ലാം സുരക്ഷിതരാണ് എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഇന്നലെ കൃത്യമായി ഈ അപകടം ഉണ്ടായ സമയത്ത് തന്നെ ഇന്ത്യൻ നേവിക്കും കോസ്റ്റ് ഗാർഡിനും ഈ സ്ഥലം സ്പോട്ട് ചെയ്ത് അങ്ങോട്ടേക്ക് എത്താനായിട്ടുണ്ട്. ശരി, വിഷ്ണു സുരേഷാണ് പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്.